ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഷീലമ്മാസ് കിച്ചണിൽ നമുക്കൊരു അയിലക്കറി വയ്ക്കാം. അയിലക്കറി വെറും അയിലക്കറിയല്ല, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അയിലക്കറി. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ആദ്യം അയില കഷ്ണങ്ങളാക്കി നല്ല വൃത്തിയാക്കിയൊക്കെ എടുത്തു കഴിഞ്ഞു. നമുക്കിനി ചെറിയ ഉള്ളി, ഇത്രയും ഉള്ളി വേണം. ഒരു 10 കഷ്ണത്തോളം ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് എടുക്കണം. ഇനി നമുക്ക് അരിഞ്ഞെടുത്ത ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മൾ മീൻ ചേർക്കാനുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വറുത്ത് വരണം കേട്ടോ. ഒരു ബ്രൗൺ കളറിലേക്ക് ആകുന്നത് വരെ അത് വറുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇനി വേണ്ടത് അരപ്പിനുള്ള തേങ്ങയാണ്. ഒരു ബൗൾ തേങ്ങ, ഏകദേശം അരമുറി, ചെറിയൊരു മുറി തേങ്ങയുണ്ട്. അപ്പോൾ തേങ്ങയുടെ ഒപ്പം 1.5 ടീസ്പൂൺ മുളക് പൊടി, ഞാനൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സിക്കകത്തിട്ട് എടുക്കുക. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉള്ളി, അതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇടുക. എന്നിട്ട് നല്ല വെണ്ണ പോലെ മിക്സിയിൽ അരച്ചെടുക്കുക. ചട്ടിയിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ജാറ് കഴുകി അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കാവുന്നതേ ഉള്ളൂ. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. അതിന് ശേഷം അതിനകത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, അതെടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിതേ പുളി ഇട്ട് കൊടുത്തു. ഇനി ഞാനതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ പുളിയും ഉപ്പും എല്ലാം അരപ്പും ഒക്കെ ഒന്ന് തിളച്ച് ഒന്ന് റെഡി ആയിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ തിളച്ച് കിടക്കുകയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി ഒരു നന്നായിട്ട് നല്ല ഒരു ഇതുകൊണ്ട്, അതായത് കഷ്ണമൊന്നും പൊടിഞ്ഞു പോകാതെ ഇളക്കണം. ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക. എന്നിട്ട് സിമ്മിലിട്ട് ചെറിയ തീയിലിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് വേണ്ട, 10 മിനിറ്റിൽ കുറച്ച് മതി. അപ്പോഴേക്ക് നമ്മുടെ മീനെല്ലാം കഷ്ണമെല്ലാം വെന്ത് അതിൽ ആ പുളിയും ഉപ്പും ഒക്കെ പിടിച്ച് റെഡിയാകും. അപ്പം നമ്മൾ അതുവരെ ഒന്ന് അടച്ച് വയ്ക്കുക. ഇനി നമുക്ക് അടപ്പ് മാറ്റിയിട്ട് അതിനകത്തേക്ക് നമുക്കൊരു 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുത്താലോ. കറിവേപ്പില അതും കൂടെ കിടന്നൊന്ന് റെഡിയാകട്ടെ അല്ലേ. നമുക്ക് അതിൻ്റെ അകത്തേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പിലേക്ക് ഇപ്പോൾ ക്ഷാമമാണ്. ഇനി ഒന്നുകൂടെ അടച്ചു വെച്ചേക്കാം. ഇപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ തിളച്ച് കിടക്കുകയാണ്. കണ്ടാ, നല്ല അടിപൊളി കറിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ടേസ്റ്റി ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഒരു വട്ടം വെച്ച് നോക്കിയതാണ്, എന്നിട്ടാണ് നിങ്ങൾക്ക് പരീക്ഷിച്ചിട്ടാണ് കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് വെച്ച് കൂട്ടണം. വളരെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിഫറൻറ്റ് ടേസ്റ്റ്, അതാണല്ലോ നമ്മളിപ്പോൾ തിരക്കി നടക്കുന്നത്, ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ്. ഇനി ഇതിനകത്തേക്ക് ഇത് അവസാനം ഒരു സ്വല്പം നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ചുറ്റിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ആഹാ, സൂപ്പർ. ഇനി എല്ലാവരും വെച്ച് കൂട്ടിയാൽ മതി. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.